തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സുഹൃതങ്ങളുള്ള ഒരു മാസമാണ് നോമ്പ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നൗമുസ്സായിം ഇബാദ. നോമ്പ് പിടിച്ചാൽ ഉറങ്ങുമ്പോൾ ആ ഉറക്കം പോലും ഇബാദത്താ. വനഫസുഹു തസ്ബീഹ്. നോമ്പ് നോറ്റാൽ നിശ്വാസം, അവന്റെ നിശ്വാസം ഉള്ളിലോട്ട് കയറ്റി വിടുന്ന ഈ ശ്വാസമുണ്ടല്ലോ, അത് പുറത്തോട്ട് വിടുന്നത് പോലും തസ്ബീഹിന്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹ്. മാത്രമല്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ വായിൽ നിന്ന് അടിച്ചു വീശുന്ന ദുർഗന്ധം, നോമ്പുകാരന്റെ വായുടെ ആ ദുർഗന്ധം കസ്തൂരിയേക്കാൾ സുന്ദരമാണെന്ന് പഠിപ്പിച്ചു തന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ റമദാനിൽ നിങ്ങൾ ആദരവോടെടുക്കണം. അതിന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും പാലിച്ചുകൊണ്ടായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നും മിമ്പറിൽ കയറുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങള് പതിവിന് വിരുദ്ധമായി അല്ലാഹു റസൂൽ ഒന്നാമത്തെ പടവ് കയറുമ്പോ ഫഖുൽതു ആമീൻ. മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു ആമീൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോഴും പറഞ്ഞു ആമീൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോഴും പറഞ്ഞു ആമീൻ. പതിവിന് വിരുദ്ധമല്ലാത്ത പതിവിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്തപ്പോ സഹാബത്ത് ഖുതുബ കഴിഞ്ഞതിന് ശേഷം മുത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, സമിഅനാ മിൻക ശൈഅൻ ലം നസ്മഉഹു മിൻ ഖബൽ. യാ റസൂലല്ലാഹ്, ഇത്ര കാലം ഞങ്ങൾക്ക് മുമ്പിൽ ഖുതുബ ഓതിയിരുന്നവരല്ലേ, ഇന്നേ വരെ ഇല്ലാത്ത പതിവിന് വിരുദ്ധമായ ഒരു കർമ്മമാണല്ലോ. മസ്ജിദുൻ നബവിയുടെ ഓരോ മിമ്പറിലെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നിങ്ങൾ ആമീൻ 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 എന്ന് പറഞ്ഞുവല്ലോ. എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു, യാ സഹാബ, മസ്ജിദുൻ നബവിയുടെ ഒന്നാമത്തെ മിമ്പർ കയറുമ്പോ അതാനി ജിബ്രീൽ, എന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എന്നോട് ഒരു പ്രാർത്ഥന നടത്തി. റഗിമ അൻഫു സുമ്മ റഗിമ അൻഫു സുമ്മ റഗിമ അൻഫു, മൂക്ക് കുത്തി നശിച്ചു പോട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ശാപവാക്ക് വർഷിച്ചൊരു വ്യക്തി അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. റഗിമ അൻഫു, നശിച്ചു പോട്ടെ, നിലം പതിക്കട്ടെ. ആരാണ് പ്രാർത്ഥിച്ചത് ഈ ഉമ്മത്തിന് വേണ്ടി? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മൾ തെറ്റ് ചെയ്യുമ്പോ മദീന മുനവ്വറയിൽ കടന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പടച്ചോനെ ആ പ്രിയപ്പെട്ട യുവാവിന്, ആ യുവതിക്ക് പുറത്തു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി ദൈനംദിനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുത്ത് റസൂലുള്ളാഹ് പ്രാർത്ഥിച്ചത് ആർക്കെതിരെയാണ്? റഗിമ അൻഫു, മൂന്ന് വിഭാഗത്തിനെതിരെയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഭാഗം മൻ അദ്റക റമളാൻ വന്നുകൊണ്ട് റമളാനിൽ സന്നിവേശിക്കാനും പങ്കെടുക്കാനും സൗഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ, ഫലം യുഗ്ഫർ ലഹു, ഈ റമളാൻ ഇവിടെ പറയുമ്പോ അല്ലാഹു ഓശാനമായി നൽകുന്ന ഈ മഗ്ഫിറത്ത് ലഭ്യമാകാത്ത മനുഷ്യൻ അവൻ നശിച്ചു പോട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഫഖുൽതു ആമീൻ. രണ്ടാമത്തെ പടവ് കയറുമ്പോ, രണ്ടാമത്തെ സ്റ്റെപ്പ് കയറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അദ്റക അബവൈ അഹദഹുമാ ഔ കിലൈഹിമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ശഫീഉനാ റസൂലുള്ളാഹ്. നമ്മുടെ നോമ്പ് സാധുവാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകാര്യോഗ്യമാവണമെങ്കിൽ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, മൈൻഡ് പ്യൂരിഫൈഡ് ആവണം, വളരെ സംശുദ്ധവും ക്ലീൻ ആവണം, തെളിനീര് പോലെ പച്ചവെള്ളം പോലെ നിർമ്മലമാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആരെങ്കിലും
ഏതെങ്കിലും നോമ്പിന് വേണ്ട ഒന്നാമത്തെ കർമ്മം അത്തൗബത്തു നസൂഹ, നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ തൗബയായിരിക്കണം. ജ്യേഷ്ഠനോട് ദിവസങ്ങളോളായിട്ട് പിണക്കത്തിലാണ്, ഉമ്മയോട് മിണ്ടാത്തവൻ, അയൽവാസികളോട് മിണ്ടാത്തവൻ, നിങ്ങൾ നോമ്പ് വെച്ചിട്ട് ഒരു കാര്യമില്ലാതെ പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. ഫസ്റ്റ് വേണ്ടത്, ഫസ്റ്റ് പ്രിക്കോഷൻ, ആദ്യമായി എടുക്കേണ്ട സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ആ മൈൻഡ് പ്യൂരിഫൈ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര വലിയ ശത്രുവാണെങ്കിലും ഒരുങ്ങാത്ത ഒരു മഞ്ഞുമില്ല. അല്ലാഹു റസൂൽ പറയുന്നു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമു തഹാബതും ബൈനക്കും. ഒരു കാര്യം പഠിപ്പിച്ചു തരാം, ഇദാ ഫഅൽതുമു, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുത്ത് റസൂലുള്ള പറഞ്ഞാൽ നടക്കും. അപ്പ ഇദാ ഫഅൽതുമു, ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തഹാബതും, നിങ്ങൾ അന്യോന്യം നിങ്ങൾ ഇഷ്ടം വെക്കും. അല്ലാഹു റസൂൽ പറഞ്ഞു, അഫ്ശുസ്സലാം ബൈനക്കും, നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞേക്ക്. ആ സലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ടൈം ഓവറാവുകയാണ്. ഇന്ന ഫിൽ ജന്നത്തി ഗറഫ, സ്വർഗ്ഗത്തിൽ കുറേ റൂമുകളുണ്ട്, നല്ല ഡെക്കറേറ്റഡ് ആയ മാണിക്യം കൊണ്ടുള്ള മരതകം കൊണ്ട് നിർമ്മിതമായ ഒരുപാട് റൂമുകൾ. ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് പുറം കാണും, പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞ് ഉള്ളിൽ കാണുന്ന നല്ല മനോഹരമായ ചില റൂമുകൾ. സഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ഇത് അല്ലാഹു ആർക്ക് കൊടുക്കാം? അല്ലാഹു റസൂൽ പറഞ്ഞു, ലിമൻ അഫ്ശസ് സലാം. കാണുമ്പോഴൊക്കെ ഇപ്പൊ ഇവിടുന്ന് കണ്ടു, മദർസയിൽ നിന്ന് കണ്ടു ഒരാള് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതേ വ്യക്തിയെ പള്ളിയിൽ നിന്ന് കണ്ടു, അപ്പോഴും പറഞ്ഞു. എന്താണ് നമ്മൾ സംവേദനം ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്? സലാം എന്ന് പറയുന്ന അർത്ഥം രക്ഷ ഉണ്ടാവട്ടെ. മറ്റൊന്ന് സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ്, നിന്റെ കൂടെ അള്ളാഹു ഉണ്ടാവട്ടെ. അല്ല പ്രാർത്ഥനയല്ലേ? ഈമൻ അഫ്ശ സലാം, സലാം വ്യാപിപ്പിക്കുന്നവൻ. നോമ്പുകാരൻ ഏറ്റവും വേണ്ടതാണ്. അല്ലാഹു റസൂൽ പറയുന്നു, വൃത്തികെട്ട അശ്ലീല സംസാരങ്ങൾ, അത് വാക്കാണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും, പരിശുദ്ധ റമദാനിൽ നിങ്ങളെ വാട്സപ്പുകളും ഇൻസ്റ്റകളും ദയവ് ചെയ്ത് ക്ലോസ് ചെയ്തവർക്ക് ഈ ഒരു 30 ദിവസത്തിൽ നോമ്പാവണേ. അല്ലെങ്കിൽ കുറെ പട്ടിണി കിടന്നു. നമ്മുടെ നോമ്പിന്റെ കണക്ക് എന്താല്ലേ, അത്താഴെന്ന് പറഞ്ഞ കുമ്പ നിറച്ച് അല്ലേ ഭക്ഷണം കഴിക്കും. എന്നിട്ട് ഒറ്റ കിടന്ന് എപ്പോഴാണ് അത്താഴം കഴിക്കുന്നത്? സഹറിന്റെ സമയത്താണ്. അത്താഴം കഴിക്കൽ സുന്നത്താണ്. ഒരു കാരക കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണം കഴിക്കാതെ, അറ്റ്ലീസ്റ്റ് ഒരു ജറഅത്തുമാ, ഒരു മുറുക്ക് വെള്ളമെങ്കിലും കുടിക്കാതെ നിങ്ങൾ നോമ്പ് പിടിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. റമദാനിൽ നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫിസ്സഹൂരി ബറക, അത്താഴത്തിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ട്. ഫഇന്ന മലായികത്തല്ലാഹ്, അല്ലാഹുവിന്റെ മാലാഖമാർ യുസല്ലൂന അലൽ മുതസഫിരീൻ ശഫീഉനാ റസൂലുള്ളാഹി, അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന അല്ലാഹുവിന്റെ മാലാഖമാർ നടത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നു, ഫുഡ് ചോറ് പാടി ഒഴിവാക്കലാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പല ലൈറ്റ് ഫുഡുകൾ, ഏറ്റവും നല്ല ഈത്തപ്പഴം. എനിക്ക് ഭയങ്കര സുഖം ഉണ്ടാവാറുണ്ട്. ഞാനത് ഒന്ന് എക്സ്പീരിയൻസ് ആയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 3 ഈത്തപ്പഴം കൊണ്ട് ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് പോലും ഞാൻ പേടിച്ചു, പഠിച്ചോന്നെ എങ്ങനെ ഈ പകല് മുഴുക്കെ ഈ 3 കാലം കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് എനിക്ക് നോമ്പ് നോക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഭയങ്കര ഹാപ്പി, നല്ല സുഖം. അങ്ങനെ പ്രത്യേകമായ ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് വരച്ച് കാട്ടി തന്ന ഹബീബല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. സഹർ നിങ്ങൾ അത്താഴം കഴിക്കണം. നിങ്ങൾ അത്താഴം കഴിക്കേണ്ടത് സഹറിന്റെ സമയത്ത്, അഥവാ സുബ്ഹ് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു 20 മിനിറ്റ് ഗ്യാപ്പ്, ഒരു 20 ആയത്ത്, ഒരു 50 ആയത്ത് ഓതാൻ ഒരു ഗ്യാപ്പ്, അത്ര മതി. നമ്മുടെ
നോമ്പിൻ്റെ അവസ്ഥ എന്താ? മിഡ് നൈറ്റ് അല്ലേ, 1 മണിക്ക് 2 മണിക്ക് ഫുഡ് കഴിക്കും, ഒറ്റ ഉറക്കം. نهارك بطال وليلك نائم وعيشك يا مسكين عيش البهائم. نهارك بطال, പകൽ മുഴുക്ക ഒരു വെട്ടിയെപ്പോലെ അലക്ഷ്യമായി ഇങ്ങനെ കറങ്ങി നടക്കുന്നവനാണ്. വലൈലുക നൈമു, രാത്രി മുഴുക്ക നീ ഗാഢമായ നിദ്രയിലാണ്, ഉറക്കത്തിലാണ്. വൈശൂക യാ മിസ്കീൻ, ഓ ഹതഭാഗ്യവാനായ മനുഷ്യ, നിന്റെ ജീവിതം ഐശുൽ ബഹാഇം, മൃഗസമാനമാണ്, മൃഗങ്ങളെ പോലെയാണ്. ഖുർആൻ പറയുന്നു ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, മൃഗങ്ങളെ പോലെയാണ്, അതല്ല ബൽ ഹും അദൽ, എന്നാൽ നാൽക്കാലികൾ എത്രയോ മെച്ചപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളെക്കാൾ ഏറ്റവും ഉത്തമന്മാരാണ് കന്നുകാലികൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മിഡ് നൈറ്റ് ഫുഡ് കഴിച്ച് ഒറ്റ ഉറക്കം, സുബഹുമില്ല. മുഅ്മിനീങ്ങളെ, സുബഹ് ജമാഅത്തിന്, സുബഹും അസ്റും ജമാഅത്തിന് പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളും സഹോദരിമാരും ഉപ്പമാരോട് പൊളൈറ്റ് റിക്വസ്റ്റ് നടത്തുകയാണ്, നിങ്ങൾ സുബഹും അതല്ലെങ്കിൽ അസ്ർ ജമാഅത്ത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. എത്ര തിരക്കാണെങ്കിലും പ്രത്യേകമായ ഓഫർ തന്നിട്ടുണ്ട്. മൻ സല്ലൽ ഫർദൈൻ ദഖലൽ ജന്ന, ഫർദൈൻ നിസ്കാരം നിസ്കരിച്ചാൽ അവൻ സ്വർഗ്ഗം ഉറപ്പാണ്. ശുക്രനാ റസൂലുള്ളാഹി സ്വലാത്തുൽ അസ്രി വസ്സലാത്തു സുബ്ഹ്. മൻ സ്വറക സ്വലാത്തു സുബ്ഹ്, സുബ്ഹ് നിസ്കരിച്ച് നിസ്കാരം ഒഴിവാക്കിയവനാണ് ഫഖദ് ഖറജ അൻ വസിമ്മത്തുല്ലാഹ്, അവന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കൂല. നിങ്ങളെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കൂല. നിങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കൂല. നിങ്ങൾ എന്തെങ്കിലും ജോബുമായിട്ട് എൻഗേജ് ആകുമ്പോൾ നിങ്ങളുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കൂല. എന്തൊരു മധുരമായ പ്രാർത്ഥനയല്ല സുബഹിന്റെ കുടുംബത്തിലെ എന്താ പ്രാർത്ഥന? അത് വേറെ ഉണ്ടെങ്കിൽ കിട്ടുമോ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, പടച്ചോനെ എൻ്റെ ഉമ്മത്തിന് ബർക്കത്ത് കൊടുക്കണേ അവരുടെ പ്രഭാത സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ. പറയുന്നു അല്ലാഹുമ്മ ഹ്ദിനി, പടച്ചോനെ നീ എന്നെ നേർവഴിക്ക് നയിക്കണമേ. നീ ഒരുപാട് ആളുകൾക്ക് നല്ല വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ആളുകളും പേഷ്യൻസാണ്. ഏത് ഹോസ്പിറ്റലുകളും രോഗികളെ കൊണ്ട്, അത് മാപ്പിളാരെ കൊണ്ട് ഫിൽറ്റാണോ മറക്കപ്പെട്ടതാണ്. അല്ലാഹുവോട് പറഞ്ഞു നമ്മുടെ പഠിച്ചോനെ ആരോടും തന്നെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? ആ സമയത്ത് 2 ജമാഅത്തിന് അല്ലാഹുവിന്റെ മാലാഖമാർ നമ്മുടെ എല്ലാ കർമ്മങ്ങളും 3 നിലയ്ക്ക് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഡെയിലി, പ്രതിദിനം, വീക്കിലി, ആഴ്ചയിൽ, ഒന്ന് ആനുവലി, വാർഷികം. എങ്ങനെയാണ്? എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം രാത്രി മുതൽ സുബഹ് വരെയുള്ള എല്ലാ കർമ്മങ്ങളും മലക്കുകൾ കൊണ്ടുപോകുന്നുണ്ട്. രാത്രി നൈറ്റ് ഡ്യൂട്ടിയുള്ള മലക്കുകൾ പോവുക സുബഹി നിസ്കരിച്ചിട്ടാണ്. മോർണിംഗ് ഡ്യൂട്ടിയുള്ള മലക്കുകൾ വരിക സുബഹ് ജമാഅത്തിന്. അതുപോലെ തന്നെ മോർണിംഗ് ഡ്യൂട്ടിയുള്ള മലക്കുകൾ ഡിപ്പാർട്ട്മെന്റ് അവർ തിരിച്ചു പോവുക അസർ ജമാഅത്തിന് പങ്കെടുക്കുക. നൈറ്റ് ഡ്യൂട്ടിയുള്ള മലക്കുകൾ വരിക അസർ ജമാഅത്തിനാണ്. അപ്പൊ ആ മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഉള്ള നമസ്കാരം അത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് കണ്ണ് സൂക്ഷിക്കണം. റമദാനിൽ കണ്ണുകൊണ്ട് ഹറാം കാണരുത്. അതുപോലെ നാവ് കൊണ്ട് ഒരിക്കലും ആരെങ്കിലും നിങ്ങൾ പ്രയോഗിച്ചാൽ, അസഭ്യം പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തോട് റിപ്ലൈ ചെയ്യണം. എനിക്ക് തോന്നുന്നു പരിശുദ്ധമായ ഒരുപാട് പാരായണം ചെയ്യാൻ ഉറക്കം ഒഴിവാക്കേണ്ടപ്പോൾ നിങ്ങൾ ഖുർആനുമായിട്ട് ഒരു ജുസ് ഓതാൻ അറ്റ്ലീസ്റ്റ് ഹാഫ് അവർ, അരമണിക്കൂറുള്ളൂ. ഒരു ദിവസം ഒരു ജുസ് ഓദിക്കാൻ 30 ജുസ് ഖത്തമായി, 2 ജുസ് ഓദിക്കാൻ 2 ഖത്തമായി. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് കറാഹത്തുകളൊക്കെ ഒഴിവാക്കുക, വികാരവേണ്ട സംസാരങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഭക്ഷണം രുചിക്കല്, ചവക്കൽ, ഇതൊക്കെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക. സമ്പൂർണമായിട്ട്
ദായിമൽ വുളുവായി ഫുൾ ടൈം വുളു എടുത്ത് നോമ്പ് ബാങ്ക് കൊടുത്താൽ ഉടനെ നോമ്പ് തുറക്കുക. അതൊക്കെ പ്രത്യേകമായ സുന്നത്താണ്. അല്ലാഹു പെട്ടെന്ന് നോമ്പ് തുറക്കുന്നവർക്ക് അനുഗ്രഹ പ്രാർത്ഥന നടത്തുമെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കും. 9 മണിയായിട്ടുണ്ട്. 9 മണിക്ക് നിർത്താനാണ് എൻ്റെ പൂതി. നിങ്ങൾ ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോക്കാക്കട്ടെ. നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടർഫിലൊക്കെ പോയാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം പള്ളി കടന്നിട്ട് രാവിലെ ഭക്ഷണപാനീയങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ ഒരു കാര്യവുമില്ല. എനിക്ക് അവിടെ നോമ്പേ വേണ്ട എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വെറുതെ പട്ടിണി കടന്നിട്ട് അല്ലാഹു ഒരു കൂലി തന്നില്ലായെങ്കിൽ നിസ്കരിച്ചിട്ട് അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകിയില്ലെങ്കിൽ അതുകൊണ്ട് കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് മുസ്ലിമാണെങ്കിലും പ്രായപൂർത്തി എത്തിയ ഒരാൾ നിസ്കാരം ബൈ ചാൻസ് അത്രയും വളരെ കഠിനമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഒരിക്കലും ഒഴിവാകുന്നുണ്ടോ? നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കിടക്കണം, ശരിക്കും മലർന്നും അതുകൊണ്ട് ആക്ഷൻ കാട്ടിയിട്ടും അത് അത്യാവശ്യം പറയുന്നു. അവന്റെ മണ്ടയിൽ ബുദ്ധി നിൽക്കുന്ന കാലത്തോളം നിസ്കാരം ഉജൂബാണ്. അവന്റെ ഖൽബ് കൊണ്ടെങ്കിലും നിസ്കരിക്കണം. ഉമ്മമാർക്ക് ഹൈദ് നിഫാസുള്ള അവസരത്തിൽ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് നിൽക്കണം. ആ നിസ്കാരം നിങ്ങൾ കൃത്യമാണെങ്കിൽ അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു آمين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على محمد وعلى آل محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم صلاة دائمة بدوام ملك الله. പരിശുദ്ധമായ ശഅബാനിന്റെ അവസാന തരാവിൽ അല്ലാഹുവേ നിന്റെ ദീനി ഉലൂമ പ്രസരണം ചെയ്യപ്പെടുന്ന ഈ മദ്രസയിൽ ഈ ഇൽമു കേൾക്കാൻ വേണ്ടി സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, യുവാക്കൾ, ഉപ്പമാർ, ഉമ്മമാർ, അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണം റബ്ബേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റബ്ബേ. ഈ പരിശുദ്ധമായ ശഅബാനിലാണ് ഞങ്ങളുടെ ഒരു വർഷത്തെ കർമ്മങ്ങളൊക്കെ നിന്നിലേക്ക് ഉയർത്തപ്പെടുന്നു. അല്ലാഹുവേ സ്വാലിഹായ അമലുകൾ കൊണ്ട് ഞങ്ങളുടെ കിതാബിൽ നീ സമൃദ്ധമാക്കണം റബ്ബേ. അല്ലാഹുവേ റമദാനേതര മാസങ്ങളിൽ പഠിച്ചവനെ ഞങ്ങൾ കണ്ടതൊക്കെ ഹറാമാണ്, ഞങ്ങൾ കേട്ടതൊക്കെ ഹറാമാണ്, ഞങ്ങളുടെ ഖൽബുകൾ മനനം ചെയ്യുന്നതൊക്കെ ഹറാമാണ്, ഞങ്ങൾ പിടിക്കുന്നത് ഞങ്ങൾ നടക്കുന്നതൊക്കെ ഹറാമാണ്. അല്ലാഹുവേ റഹ്മാനായ അല്ലാഹുവേ റമദാനിലെ റഹ്മത്താണെങ്കിൽ പഠിച്ചോനെ ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ റബ്ബേ. ഞങ്ങൾ അറിയാതെ രഹസ്യ പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും മായ്ച്ചു കളയണേ റബ്ബേ. അല്ലാഹു റമദാനിനെ വരവേൽക്കുമ്പോൾ സംശുദ്ധമായ ഒരു കറയില്ലാത്ത, ഒരാളോട് പിണക്കമില്ലാത്ത, അനൈക്യമില്ലാത്ത, ദുർവാശിയില്ലാത്ത, ദുരാഗ്രഹമില്ലാത്ത ഒരു ഖൽബ് തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ റബ്ബേ. പഠിച്ചവനെ റമദാനിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് പിടിച്ച മുഅ്മിനീങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾ സ്വല്ലത്ത് അലൈഹിൽ മലായിക മലക്കുകൾ അവനെ വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തും. വസ്വാഫഹു ജിബ്രീൽ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഷെയ്ഖാന് കൊടുക്കുമെന്നൊക്കെ നിന്റെ ഹബീബ് പറഞ്ഞെങ്കിൽ ആ സൗഭാഗ്യം തരണേ റബ്ബേ. പഠിച്ചവനെ ഞങ്ങളുടെ ഉമ്മമാരെ റമദാൻ ശരീഫിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുന്നവരവരാണ്. നോമ്പ് പിടിച്ച ഞങ്ങൾക്ക് അവരൊക്കെ നോമ്പുണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെ ഞങ്ങൾക്ക് വേണ്ട റബ്ബേ നോമ്പ് തുറപ്പിക്കാനായ സ്വാദിഷ്ടമായ സുഭിക്ഷമായ ഭക്ഷണം പാചകം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ പഠിച്ചവനെ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ.
അല്ലാഹുവിന്റെ റമദാനിലെ ഓരോ നോമ്പും മഖ്ബൂലാക്കണേ റബ്ബേ, മർദൂദാക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച സമസ്ത അപരാധങ്ങളും മാഫ് ചെയ്യണേ റബ്ബേ. പടച്ചവനെ റമദാൻ കഴിഞ്ഞു പോകുമ്പോ പാപ സുരക്ഷിതരായി പാപരഹിതരായി അല്ലാഹുവേ മരിക്കാൻ നീ തൗഫീഖ് നൽകണം റബ്ബേ. പടച്ചവനെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ അവസാനം നന്നാക്കണേ റബ്ബേ. പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം സേവനങ്ങൾ ഞങ്ങളെ മസ്ജിദിന് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി ആരെല്ലാം ഏതെല്ലാം നിലയിൽ ഒത്താശ ചെയ്യുന്നു അവരൊക്കെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളെ യുവാക്കൾക്ക് ഹിദായത്ത് പകർന്നു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളെ പൊന്നു മക്കളുടെ നല്ല ഭാവി കണ്ടുവരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളെ മക്കളൊക്കെ SSLC +2 ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് റബ്ബേ. നല്ല ബുദ്ധിശക്തി കൊടുക്കണേ റബ്ബേ, ഗ്രാഹ്യശക്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് ഈ മുഅ്മിനീങ്ങളുടെ ഖിദ്മത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ പടച്ചവനെ അവർക്ക് ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ഒന്നും പ്രതിഫലത്തിന് വേണ്ടിയല്ല റബ്ബേ. ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ ഇൽമു പകർന്നു കൊടുക്കുന്നവർക്ക് ഖൈർ കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ഞങ്ങൾ ദീർഘായുസ്സ് തരണേ റബ്ബേ. റമദാനിന് അനുകൂലമായി സാക്ഷിയാക്കണേ റബ്ബേ. പഠിച്ച നോമ്പ് നോൽക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന ലദ്ദത്ത് മാധുര്യം ഞങ്ങൾക്ക് തരണേ റബ്ബേ. മുത്തു റസൂലുള്ളാഹിനെ കാണിക്കണേ റബ്ബേ. അവിടുത്തെ കാണിക്കാതെ ഞങ്ങൾ റൂമിനെ പിടിക്കല റബ്ബേ. പടച്ചവനെ ഞങ്ങളെ മശായിഖുമാരെ റബ്ബേ ഡയറക്റ്റായിട്ട് കണ്ടവരുടെ ആശീർവാദമൊക്കെ ഏറ്റുവാങ്ങി മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കച്ചവടങ്ങളിൽ, ഭാര്യമാരിൽ, സഹധർമ്മിണികളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ, നിഖില മേഖലകളിൽ ഞങ്ങളുടെ മഹല്ലത്തിൽ ബറക്കത്ത് തരണേ റബ്ബേ. ഈ ബറക്കത്ത് തരണേ റബ്ബേ. ഈ സദസ്സ് ഖബൂലാക്കണേ റബ്ബേ. പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഹിദായത്തിന്റെ വാതായൻ തുറന്നു കൊടുക്കണേ റബ്ബേ. ജന്നാത്തുൽ നഈമിൽ സന്നിവേശിപ്പിക്കണേ തമ്പുരാനെ. اللهم بارك لنا في رجب وشعبان، اللهم بارك لنا في رجب وشعبان، اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم وفقنا في رمضان للصيام والقيام وتلاوة القرآن وسائر الخيرات لوجهك الكريم. وصالح أمتي وجهك يا رب. فلسطين مكنا كاكنا رب. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ റബ്ബേ വർദ്ധനമേറ്റ് കഴിയുന്ന പീഡിതരായ മക്കൾക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ. നല്ല ഫലഭൂയിഷ്ഠമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഒരു മുറുക്ക് വെള്ളം കൊണ്ട് റബ്ബേ ഒരു അത്താഴം കഴിക്കാനോ നോമ്പ് തുറക്കാൻ കഴിയാത്ത ആ ഉമ്മമാരും റബ്ബേ അവരെ ഏറ്റെടുക്കണേ റബ്ബേ. അവർക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وعلي كلمتك الى يوم الدين. اللهم أيد جماعتنا وألف ذات بيننا وأصلحنا بما أصلحت بعبادك الصالحين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.